എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു ക്രിക്കറ്റ് വിശകലനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IPL 2025 മുംബൈ ഇന്ത്യൻസിന്റെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ തകർപ്പൻ റിവെഞ്ച് വിജയത്തെക്കുറിച്ചും രോഹിത് ശർമ്മയുടെ മഹനീയമായ ഒരു പ്രവൃത്തിയെക്കുറിച്ചുമാണ്. മാൻ ഓഫ് ദി മാച്ച് അവാർഡ് സൂര്യകുമാർ യാദവിന് സമ്മാനിച്ച് രോഹിത് എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയപ്പോൾ സൂര്യകുമാറിന്റെ വികാരനിർഭരമായ പ്രസ്താവന ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന IPL 38 മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 9 വിക്കറ്റിന് തകർത്തു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 176 റൺസാണ് നേടിയത്. രവീന്ദ്ര ജഡേജ 35 പന്തിൽ 53 റൺസും ശിവം ദുബെ 32 പന്തിൽ 50 റൺസും നേടി. യുവതാരം ആയുഷ് മഹാത്രെ 15 പന്തിൽ 32 റൺസ് നേടി തുടക്കത്തിൽ ഉണർവ് പകർന്നു. മുംബൈക്കായി ജസ്പ്രീത് ബുംറ 2 വിക്കറ്റ് വീഴ്ത്തി ബൌളിംഗിൽ മിന്നി. 177 റൺസിന്റെ ലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്ക് രോഹിത് ശർമ്മയും റയാൻ റിക്കൽട്ടനും ചേർന്ന് പവർ പ്ലേയിൽ തന്നെ 0-62 എന്ന നിലയിലേക്ക് എത്തിച്ചു. ജഡേജയുടെ പന്തിൽ റിക്കൽട്ടൺ പുറത്തായെങ്കിലും രോഹിത്തും സൂര്യകുമാർ യാദവും 54 പന്തിൽ 114 റൺസിന്റെ അപരാജിത കൂട്ടുകെട്ടുണ്ടാക്കി. 15.4 ഓവറിൽ 177 എന്ന നിലയിൽ മുംബൈ വിജയം പൂർത്തിയാക്കി. മത്സരശേഷം വാങ്കഡെ സ്റ്റേഡിയം ആഹ്ലാദത്തിൽ മുങ്ങി. രോഹിത് ശർമ്മയ്ക്ക് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ലഭിച്ചു. പക്ഷേ അദ്ദേഹം തന്റെ മഹനീയത പ്രകടിപ്പിച്ച് ആ അവാർഡ് സൂര്യകുമാർ യാദവിന് സമ്മാനിച്ചു. ഇത് കണ്ട് വികാരാധീനനായ സൂര്യകുമാർ കണ്ണീർ പൊഴിച്ചു. അതിനുശേഷം സൂര്യകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മുംബൈയുടെ വിജയത്തിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഓരോ മത്സരവും ഞാൻ ഹൃദയം കൊണ്ട് കളിക്കുന്നു. എന്റെ ജീവിതം മുഴുവൻ ഞാൻ ടീമിനായി അർപ്പിക്കും. അവസാന ശ്വാസം വരെ പോരാടും. ഈ സീസണിൽ തുടക്കം മികച്ചതല്ലായിരുന്നു, പക്ഷേ ഞങ്ങൾ തിരിച്ചുവന്നു, സ്ഥിരമായി ജയിക്കുന്നു. രോഹിത് ഭായ് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് എനിക്ക് തന്നു. അദ്ദേഹം എന്നെ ഇളയ സഹോദരനായി കാണുന്നു. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ചെന്നൈ പോലുള്ള ശക്തമായ ടീമിനെതിരെ ഈ വിജയം രോഹിത് ഭായിയുടെ ബാറ്റിംഗും നേതൃത്വവും കൊണ്ടാണ് സാധ്യമായത്. ഫോമിലില്ലെന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ വിമർശിച്ചു. പക്ഷേ ഇന്ന് അദ്ദേഹം അത് തെളിയിച്ചു. IPLൽ രോഹിത് ഭായിയേക്കാൾ മികച്ച കളിക്കാരൻ വേറെയില്ല. ഈ സീസണിൽ ഞങ്ങൾ IPL ട്രോഫി നേടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, സൂര്യ വ്യക്തമാക്കി. സൂര്യകുമാറിന്റെ ഈ വാക്കുകൾ ക്രിക്കറ്റ് പ്രേമികളുടെ ഹൃദയം കീഴടക്കി. എന്നാൽ ചിലർ സൂര്യയുടെ പ്രസ്താവനയെ വിമർശിച്ചെങ്കിലും മിക്ക ആരാധകരും അവന്റെ ആത്മാർത്ഥതയെ അഭിനന്ദിച്ചു. ഈ അവിസ്മരണീയ മത്സരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? IPL 2025 ട്രോഫി ആർ നേടും? മുംബൈയോ, ചെന്നൈയോ, അതോ മറ്റൊരു ടീമോ? താഴെ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ കൂടുതൽ ആവേശകരമായ ക്രിക്കറ്റ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.